നമ്മളെവിടെ പോണ്? എവിടെ? കൊക്കേല. നമ്മളെവിടെ പോണ്? എവിടെ? കൊക്കേല. എവിടെയാടാ നമ്മൾ പോണത്? നേരെ പറയാത് പോണമിണ്ടാതെ. അപ്പൊ നമ്മളൊരു യാത്ര പോവേണ്ട കേട്ടോ, കൊടൈക്കനാലിലേക്കാണ്. ആദ്യമായിട്ടാണ് കൊടൈക്കനാലിലേക്ക് ഞാനും അവരും പോകുന്നത്. അപ്പൊ പോവാം. വീട്ടിൽ നിന്ന് ബായൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കുള്ള വണ്ടി ഇപ്പോൾ വരും, അത് കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് നാത്തൂൻ്റെ, അതായത് ചേട്ടൻ്റെ സഹോദരിയുടെ മോൻ പഠിക്കുന്ന ഡാൻസ് സ്കൂളിലെ കുറച്ച് പേരൊക്കെ ആയിട്ടാണ് കേട്ടോ. കുറച്ച് പേരെന്ന് വെച്ചാൽ അവിടെ ഡാൻസ് പഠിക്കുന്ന കുട്ടികളും പാരൻസും, അങ്ങനെ കുറച്ച് പേര്. അപ്പം നമ്മൾ നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പം നമ്മുടെ വണ്ടി എത്തി, നമ്മൾ വണ്ടി കയറി, ചേട്ടൻ പോയി. അങ്ങനെ ചേട്ടൻ ഇല്ല കേട്ടോ, ഞാനും മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്പാടി പോയി ഫ്രണ്ടിൽ സീറ്റൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, പേടിച്ചിരിക്കുകയാണ് കേട്ടോ, പമ്മിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇഹാനും ഉണ്ട്, ഇതാണ് നാത്തൂൻ്റെ മോൻ ഇഹാനും ഉണ്ട്. പിന്നെ എനിക്ക് പരിചയമില്ലാത്ത മുഖങ്ങളാണ് കേട്ടോ പിറകിൽ മിക്കതും. അങ്ങനെ ഞങ്ങൾ നിലമേന്ന് കയറി ചടയമംഗലത്ത് ഇറങ്ങി കേട്ടോ. ചടയമംഗലത്ത് ഇറങ്ങിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ സംഭവം പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അന്ന് നാത്തൂൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞൊരു സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ കേക്കൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അങ്ങനെ അത് നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്തു. അമ്പാടിതെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ, എന്താണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ആ രാത്രി അവിടെ ആർപ്പ് വിളിച്ച് കോവി വിളിച്ചൊക്കെ ആനിവേഴ്സറി സെലിബ്രേഷനൊക്കെ നടത്തി. പക്ഷേ സോങ് ഇട്ടത് കൊണ്ട് മാത്രം ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം കോപ്പിറൈറ്റ് വന്നിൻ്റെ ചാനൽ പൂട്ടും. ഒന്നാമത് അങ്ങും എത്താത്ത ഒരു ചാനലാണ് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും പങ്കുവെച്ചിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ കുറേ നേരം ഒന്നും സ്പെൻഡ് ചെയ്തില്ല. കേക്ക് മുറിച്ച് എല്ലാവരും ഒക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ബസ്സിൽ കയറി. അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ് കേട്ടോ. അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ അലയടിക്കുകയാണ് നമ്മുടെ ബസ്. അപ്പോൾ ഈ നിൽക്കുന്ന മുതലുണ്ടല്ലോ, സൂപ്പറാണ് കേട്ടോ. വൈബ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ വൈബാണ്. അത് നമ്മുടെ ഡാൻസ് ടീച്ചറിൻ്റെ അമ്മയായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് യൂറിൻ പാസ് ചെയ്യാനായിട്ട് നമ്മൾ പെട്രോൾ പമ്പിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ചാടി തകർക്കുകയാണ്. ഇന്നേ ഇങ്ങനെ ചാടി തകർത്താൽ നാളേക്ക് എന്താവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഗൈസ്. അങ്ങനെ പറഞ്ഞു തീരും മുമ്പേ നേരം വെളുത്തു കേട്ടോ. പറഞ്ഞു തീരും മുമ്പേ എന്നല്ല, പക്ഷേ കുറേ നേരം എടുത്ത് നേരം വെളുക്കാൻ. കാരണം എന്തൊരു തണുപ്പായിരുന്നു. രാത്രി ഉറങ്ങിയത് പോലുമില്ല, മൂടി പൊതച്ചിങ്ങനെ കിടുകിടാ വിറച്ചിരിക്കുകയായിരുന്നു. എന്തായാലും നേരം വെളുത്തപ്പോൾ ഒരു ആശ്വാസമായി കേട്ടോ. എന്തായാലും ഉണർന്നിരിക്കാമല്ലോ. മറ്റതിങ്ങനെ ഉറക്കം തൂങ്ങി എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് രാവിലത്തെ കാഴ്ച കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈസൂർ ട്രിപ്പ് ഓർമ്മ വന്നു ഗൈസ്. സ്കൂളിൽ നിന്ന് പോയത്, അയ്യോ മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു. അത് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അമ്പാടി ഉറങ്ങിയതായിട്ട് അഭിനയിച്ചിട്ട് വീണ്ടും പുതപ്പൊക്കെ മാറ്റിയിട്ട് ഉണർന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വിൻഡോ സൈഡിൽ അപ്പുറത്തെ സൈഡിലെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇപ്പുറത്തെ സൈഡാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ ഇപ്പുറത്തെ സൈഡിലെ വ്യൂ ആണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ട് സൈഡും കൊക്കയാണോ? കൊക്കയല്ല, രണ്ട് സൈഡും കൊക്കയല്ല ഗൈസ്. ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ ഇവിടെ, അയ്യോ അതെനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷെ എന്തൊക്കെയായാലും അത് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം എൻ്റെ സൈഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു കുഞ്ഞൊരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടില്ലേ, അത് നമ്മൾ തിരിച്ചു പോയപ്പോഴാണ് അവിടെ ഇറങ്ങിയത്. അങ്ങോട്ട് പോയപ്പോൾ ഇറങ്ങാൻ പറ്റിയില്ല, കാരണം കുറച്ച് ലേറ്റായിരുന്നു നമ്മൾ അങ്ങ് എത്തിയപ്പോൾ തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ കയറി പോയപ്പോഴത്തേക്കും കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് കണ്ടൊരു വ്യൂ ആണ് കേട്ടോ. നന്നായിട്ട് കോട ഇറങ്ങി കിടക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വന്ന് നമ്മൾ നമ്മുടെ വില്ലയിലെത്തി. ഇതാണ് നമ്മളന്ന് താമസിച്ച വില്ല. എല്ലാവരും അകത്ത് കയറി, ഞാനും അകത്ത് കയറിയായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനായിട്ട് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നും പറഞ്ഞ് ചാടി ഇറങ്ങിയിട്ട് ഒന്നേന്ന് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ റൂമിൻ്റെ മുകളിലത്തെ കാഴ്ചയാണ്. ഇത് നമുക്കിനി പോകാനുള്ള ബസ്സാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് തന്നെ വേറെയും വില്ലയുണ്ട്. നമ്മുടെ വീടെന്ന് പറയുമ്പോൾ വില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നമ്മുടെ റൂമിൽ ഒരു വലിയ ബെഡും ഉണ്ട്, ഒരു കുഞ്ഞു ബെഡും ഉണ്ട്.
നമ്മുടെ റൂമിൽ മാത്രമല്ല എല്ലാ റൂമിലും അതുപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ അമ്പാടി ഓടി നടക്കുകയാണ്. എല്ലാവരും ഫ്രഷ് ആവാണ്, പല്ല് തേക്കാനായിട്ട് പോകുന്നുണ്ട്, കുളിക്കുന്നു, അങ്ങനെ പലയിടത്തായിട്ട് ഓടി നടക്കുകയാണ്. ഒരു കാര്യം പറയട്ടാ, ഇവിടെ കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ലായിരുന്നു, അത്രയ്ക്ക് തണുപ്പായിരുന്നു. ഒരു ഫ്രിഡ്ജിനകത്ത് കയറുന്നൊരു ഫീലായിരുന്നു കേട്ടോ തറയിലൊക്കെ ചവിട്ടിയപ്പോൾ. ഇത് കണ്ടോ, ഈ ആൾ എനിക്ക് മുഖം തരാതെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഞാൻ ഈ മുഖം കാണിക്കുമെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഞാൻ മുഖം കാണിച്ചിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാലേ കാണാൻ പറ്റും. പോയി ഞാനിങ്ങനെ മാമി ചാർജർ എടുക്കണോ? ചാർജറൊന്നും വേണ്ട ഈ മുതലിന്. ഇത് തന്നെ ഒരു ചാർജറാണ് കേട്ടോ, നമ്മളെയൊക്കെ ചാർജ് ചെയ്യിക്കുന്നൊരു ചാർജർ. എടുക്കുന്നതിന് കുഴപ്പമുണ്ടാ? ഇതല്ലേ ഗോകുലം എവിടെ? ഇത് ഗോകുലത്തിലാണ്. എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പരിചയമില്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുള്ള നിപ്പ് കണ്ടില്ലേ? ദേ ഇവിടെ ഒടുക്കത്തെ തണുപ്പിലും കുളിച്ച് ഫ്രഷായിട്ട് അവിടെ ഒരു മൂലയിൽ ഒരാൾ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും ഫ്രഷായി എന്ന് വെച്ചാൽ കുളിച്ചൊന്നുമില്ല കേട്ടോ, അത്രയ്ക്ക് തണുപ്പാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന വെള്ളം എങ്ങനെ ഇരിക്കും അതുപോലത്തെ വെള്ളമാണ് കേട്ടോ ടാപ്പിൽ നിന്ന് വരുന്നത്. പക്ഷേ ഹീറ്റർ ഉണ്ടായിരുന്നു, എന്നാലും കുളിക്കാനുള്ള മടി കാരണം രാവിലെ കുളിക്കുന്ന ശീലം അല്ലാത്തതുകൊണ്ട് ഞാൻ കുളിച്ചില്ല. അങ്ങനെ ഒരുപാട് പേരും കുളിച്ചില്ല കേട്ടോ. ഹായ് എല്ലാവരും ഹായ് പറ പ്ലീസ്. ഹായ്, താങ്ക് യു. ടീച്ചർ മാറി, ആർട്ടിസ്റ്റായി. അവിടെ ഇഹാൻ എന്നെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ, ഇത് ടീച്ചറാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ടീച്ചറല്ല, ഞാൻ ആർട്ടിസ്റ്റായെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങ് മാറ്റുവാണ്. എന്നാലും പടം വരയ്ക്കുന്ന ടീച്ചറാണെന്നാണ് കേട്ടോ അവൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി ദേ നമ്മുടെ വണ്ടിയിലേക്ക് കയറി. നമ്മുടെ വണ്ടിയല്ല, ഇത് അവിടുത്തെ വണ്ടിയാണ് കേട്ടോ. നമ്മൾ വന്ന വണ്ടിയിലല്ല പോകുന്നത്, അവിടുത്തെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അത്യാവശ്യമുള്ള സാധനങ്ങൾ വയ്ക്കാനുള്ള ബാഗ് മാത്രം എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യമേ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഫുഡ് കഴിക്കാൻ വന്നത് തന്നെ 12 മണിയായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വേണോ ലഞ്ച് വേണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. പിന്നെ അവസാനം നമ്മൾ ബ്രഞ്ചാണ് കഴിച്ചത് ഗൈസ്. ബ്രഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഇടയിൽ കഴിക്കുന്ന സംഭവമല്ലേ. അപ്പം നമ്മൾ കഴിച്ചത് ദോശയാണ്, അതായത് പ്ലെയിൻ ദോശ, ചട്നി, സാമ്പാർ, അങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു കേട്ടോ. അപ്പോൾ ഇഹാൻ അവിടെ എന്തൊക്കെയോ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തൊക്കെ പറയുകയാണ്. അവന് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, അതുമായിട്ടൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ദോശ എത്തിയപ്പോഴത്തേക്ക് ആൾ ഉഷാറായി. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇരുന്നിരുന്ന് കൊടൈക്കനാൽ എത്തിയപ്പോൾ ദേ ഇതാണ് അവസ്ഥ കേട്ടോ. ഭയങ്കര ബ്ലോക്കായിരുന്നു. നമ്മൾ ബ്ലോക്ക് പെട്ട് ഏകദേശം എപ്പോൾ എത്തിയതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഒരുപാട് ലേറ്റായി നമ്മളിവിടെ എത്തിയപ്പോൾ. ഇതിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒരു എത്തുമ്പടിയും കിട്ടുന്നില്ല. ആദ്യം വന്നതല്ലേ, ഈ എവിടെയാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും എല്ലാവരും പോകുന്ന ദിശയിലേക്ക് നമ്മളും പോവുകയാണ് കേട്ടോ. പോകുന്നതിൻ്റെ ഇരുവശത്തുമായിട്ട് ഇതുപോലെ സ്റ്റോളുകളുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് വാങ്ങാനൊക്കെ. നമ്മൾ പക്ഷേ ഒന്നും വാങ്ങിയില്ല. എന്തായാലും പിറ്റേ ദിവസവും നമ്മൾ എന്തായാലുമൊക്കെ കറങ്ങി നടക്കണമല്ലോ. അപ്പോൾ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു നമ്മളിതൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പോയി ചെന്ന് എത്തിയത് നമ്മൾ ഒരു വലിയൊരു വ്യൂ പോയിന്റിലേക്കാണ്. ആ വ്യൂ പോയിൻ്റാണ് സൂയിസൈഡ് പോയിന്റ്. ഇവിടെ എത്തിയിട്ട് എനിക്ക് സംഭവം മനസ്സിലായില്ല ഇതാണ് സൂയിസൈഡ് പോയിന്റ് എന്ന്. ഇതൊക്കെ കണ്ട് തിരിച്ചു പോയപ്പോഴത്തേക്കും ബസ് കയറിയപ്പോൾ ഒരു ബോർഡ് കണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോഴാണ് ഇതായിരുന്നല്ലോ സൂയിസൈഡ് പോയിന്റ് എന്ന്. ഇവിടെ വന്ന് നിൽക്കുമ്പോഴും എനിക്കറിയത്തില്ലായിരുന്നു, അവിടെ അങ്ങും എഴുതി വെച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഒന്നും മനസ്സിലാവാഞ്ഞത്. അപ്പോൾ ഈ കൂട്ടത്തിൽ വന്നവരൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, അവർക്കൊക്കെ അറിയാമായിരുന്നിരിക്കാം. പക്ഷേ എന്തായാലും നമ്മളവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ആസ്വദിച്ചു. അവിടെയൊക്കെ നല്ല മഞ്ഞായിരുന്നു, അതുകൊണ്ട് തന്നെ താഴോട്ടുള്ളതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. അങ്ങനെ വന്നത് നമ്മൾ കുറച്ച് നേരെ വന്നോളായിരുന്നു, ഇങ്ങനെ തിരിച്ച് പെട്ടെന്ന് വന്നോളായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ അവിടെയായിരുന്നു. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അമ്പാടി ഇങ്ങനെ തണുത്ത് വിറച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇത്രയും ദൂരമൊക്കെ ഇങ്ങനെ ടൂറിന് വരുന്നത് കേട്ടോ. എൻ്റെ അപ്പുറത്ത് ഇഹാനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോഴത്തേക്കാണ് ഞാൻ ഈ ബോർഡ് കണ്ടത്. അത് നോക്കിയപ്പോഴത്തേക്ക് ഇതാണ് സൂയിസൈഡ് പോയിന്റ് എന്ന് മനസ്സിലായത് അപ്പോഴാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇത് വലിയൊരു ഹോക്കി പരിശീലനമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഈ 2 വണ്ടികളിലായിട്ടാണ് കേട്ടോ ഇവരിങ്ങനെ പോകുന്നത്. ഇതിൽ എന്തായാലും കോച്ചും കാണും, പരിശീലനം ചെയ്യുന്ന ഒരാളും കാണുമായിരിക്കും. അപ്പം ഞങ്ങൾ നോക്കുമ്പം ഈ 2 വണ്ടിയിലും ആൾക്കാരുണ്ട്. അപ്പം അവർ ഈ സൈഡിൽ നിന്ന് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോവാനായിട്ട് പോവുകയാണ് കേട്ടോ.
ദേവര് ഈ സൈഡിൽ വന്നു കേട്ടോ. ഈ സൈഡിൽ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് അവിടെ കുറച്ചു നേരം വണ്ടി നിർത്തിയിട്ടിരുന്നു. അപ്പോഴെടുത്തൊരു വീഡിയോ ആണ്. ഹോക്കി കളിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ആക്ച്വലി അവർ കളിക്കുന്നതല്ല, ട്രെയിനിങ്ങിന്റെ ഭാഗം എന്തോ ആണ്. അങ്ങനെ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും മഴ തുടങ്ങി കേട്ടോ. നല്ല മഴയാണ് ഗൈസ്, എന്ത് ചെയ്യും. ഞങ്ങൾ വരാൻ വേണ്ടി കാത്തിരുന്ന പോലെയാണ് കേട്ടോ. അപ്പം തന്നെ മഴയും പെയ്തു. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ കുടയില്ലായിരുന്നു. മോന് ഞാൻ തൊപ്പി വെച്ചു കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിലുള്ള ടവലൊക്കെ എടുത്ത് ഞാൻ വന്നു. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു പുള്ളിക്കുട വാങ്ങി കേട്ടോ. 150 രൂപ കൊടുത്ത് ഒരു പുള്ളിക്കുടയൊക്കെ വാങ്ങി നമ്മളിത് ഗുണാക്കേവിലേക്ക് ആ കവാടം ഇങ്ങനെ കിടക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. നമ്മളിങ്ങനെ പോവാണ്. നമ്മുടെ ഗുണാക്കേവ് കണ്ട. പക്ഷെ സിനിമയിൽ കണ്ടതും ഞാൻ പ്രതീക്ഷിച്ചതും എൻ്റെ ഇമാജിനേഷനിലുള്ളതുമായിട്ടുള്ളൊരു എൻട്രി ഇങ്ങനെ അല്ലായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. സുഭാഷിനെ കാണാനോ? സുഭാഷൊക്കെ എപ്പോഴേ വീട്ടിലെത്തി. അവിടെ ചെന്നിട്ട് സുഭാഷെന്ന് വിളിക്കുവോ? അങ്ങനെ അമ്പാടി സുഭാഷ എന്നൊക്കെ വിളിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുവാണ് കേട്ടോ. വരുന്ന വഴി ഒരു കുരങ്ങനെ കണ്ടോ, കുരങ്ങൻ ചാടി കയറി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം പോയിട്ട് തിരിച്ചു വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ പോയി കണ്ടിട്ട് തിരിച്ചു വരുന്നവരും നമ്മളിതാ ഇതേ പോവാണ്. പക്ഷേ ഇവിടെ ഭയങ്കര ആളായിരുന്നു കേട്ടോ. ഞാൻ മനസ്സിൽ പ്രതീക്ഷ പോലെയല്ല, ഭയങ്കര ആളായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. മഴയായിരുന്നാൽ പോലും. ഇതാണ് ആ പടർന്ന് പന്തലിച്ചിങ്ങനെ തറയിലിങ്ങനെ പറ്റിക്കിടക്കുന്ന ആ വേര്. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലം. പിന്നെ ആ സൂം ചെയ്ത് കാണിച്ച സ്ഥലമില്ലേ, അതുവഴിയാണ് നമ്മുടെ സുഭാഷും കൂട്ടരും എടുത്ത് ചാടി പോയത്. അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് എല്ലാവരും നിൽക്കുമായിരുന്നു. പിന്നെ ഇതുപോലുള്ള ഗ്രില്ലുണ്ടല്ലോ അവിടെ എവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ആഴത്തിലുള്ള കുഴിയാണ് കേട്ടോ. ദൈവമേ, ഗ്രില്ലെങ്ങനെ മാറി ഇവിടെ നിന്ന് അങ്ങ് വീണു പോയാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിന്നപ്പോഴേ അതോ ഒരാളവിടെ വീണത്. അത് നമ്മുടെ എല്ലാമായ റിജോണനാണ് കേട്ടോ. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാണെന്നും പറഞ്ഞിട്ട് ചാടി എണീറ്റിട്ട് വീണ്ടും കയറുകയാണ്. എന്ത് അഹങ്കാരം നോക്കിയേ. എന്തൊക്കെയായാലും അതുവഴി ഓരോരുത്തർ കയറുന്നുണ്ടായിരുന്നു. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ തെന്നുന്നത്. എന്തായാലും അമ്പാടിക്ക് അതുവഴി കയറാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടും എനിക്കും അതില്ലാത്തത് കൊണ്ടും ഞങ്ങൾ നേരായ വഴി കൂടെയാണ് കേട്ടോ കയറിയത്. പക്ഷെ ഭയങ്കര തിരക്കാണ്. ഒരു കുഞ്ഞു വഴി കൂടെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ആ ഗ്രില്ല് വഴി കയറുന്നത് കേട്ടോ. അപ്പോൾ കയറി അതിൻ്റെ മുകളിലുള്ള കാഴ്ചയാണ് കേട്ടോ അത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ദേ വീണ്ടും ഒരു അഗാധമായ ഗർത്തം. ഒരു കൂവലിന് 10 കൂവൽ പിറകെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ച് എല്ലാവരും നമ്മളെപ്പോലെ മലയാളികൾ തന്നെയായിരിക്കുമെന്ന്. കൂവാൻ നമുക്കൊരു നാണോ മാനോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കൂവി തള്ളിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ സുഭാഷും കൂട്ടരും ഒക്കെ ഇറങ്ങിപ്പോയി ആ സിനിമയിലെ ആ ഒരു സ്ഥലമില്ലേ, അവിടെ ഇരുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അങ്ങനെ അവനും അവൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ കോവി വിളിച്ചു കേട്ടോ. നമ്മൾ ഈ നോക്കി നിൽക്കുന്നത് നമ്മുടെ കൂടെ വന്ന 2 പേരെ മിസ്സിങ് ആയിട്ടുണ്ട്. അച്ഛനും മകളും തന്നെയാണ്. എന്നാൽ പോലും അവർ 2 പേരും ഒരുമിച്ചാണോ അതോ ഇനി 2 പേരും 2 വഴിയിലോട്ടായി പോയോ എന്നുള്ളൊരു ടെൻഷനിൽ നമ്മൾ ഇങ്ങനെ അവർ എവിടെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ദേവി ചേച്ചി ഫോൺ ചെയ്യാണ്. ചേച്ചിയുടെ മോളും ഹസ്ബൻഡുമാണ് കാണാതായിരിക്കുന്നത്. അങ്ങനെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. കിട്ടാൻ അവിടെ റേഞ്ച് ഇല്ല കേട്ടോ. നമ്മുടെ കൂടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തെങ്കിലും ചേച്ചി ആകെ ടെൻഷനിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർ 2 പേരും എന്തായാലും ഒരുമിച്ചായിരിക്കുമല്ലോ, ചിലപ്പോൾ അവരങ്ങ് തിരിച്ചു പോയി കാണുമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചേച്ചി സമാധാനിപ്പിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ അധിക നേരമൊന്നും അവിടെ നിന്നില്ല. അവിടെ നിന്ന് നേരെ തിരിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. എന്തിന് വേണ്ട, നമുക്ക് പിന്നെ വേറെ അടുത്ത് പോകാം. എടാ അയ്യേ,
അമ്പാടിക്ക് ആ പുല്ലിൽ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു പോയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവനെ തിരിച്ചു വിളിച്ചു. എന്തിനു കരയുന്ന ഹാനെ? എന്തിനു കരയണ? ഇഹാനപ്പം അവിടെ എന്തൊക്കെയോ വേണമെന്നൊക്കെ പറഞ്ഞൊരു ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് നമ്മൾ തിരിച്ചു. അപ്പോൾ പോണ വഴി നമുക്ക് നമ്മുടെ കാണാതെ പോയവരെ കണ്ടു കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ പറ്റിയില്ല. അവരെ കണ്ടു കിട്ടി. അവർ ബസ്സിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ ടവലൊക്കെ സീറ്റിൽ തന്നെ വിരിച്ചിട്ടു. പിന്നെ ആ സൈഡിൽ കാണുന്നില്ലേ, പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ. അത് നമ്മൾ ഇറങ്ങിയില്ല. അവിടെയും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വിട്ടു. ഇത് കണ്ടില്ലേ, ഇതും ഒരു സൂയിസൈഡ് പോയിന്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അവിടെ വണ്ടി കുറച്ചൊന്ന് സ്ലോ ആക്കി കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്നും പിന്നെ യാത്രയായി. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തി. പക്ഷെ ആൾക്കാർക്ക് അലൗഡ് അല്ല. പക്ഷെ പെർമിഷൻ എടുത്ത അവിടെ കേറണ്ട. അതെന്താണ് അമ്പാടി? ബുള്ള എന്തോ കേറാം. അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുള്ളിനകത്ത് കയറണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു കേട്ടോ അമ്പാടി. അങ്ങനെ അതിനകത്ത് നിന്ന കുട്ടികളൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് കയറാന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ ചുറ്റും ഒന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. കൂടെ വന്നവരൊക്കെ എവിടെയൊക്കെയാണെന്ന് പോലും അറിയത്തില്ല. അവരൊക്കെ പല വഴിക്കായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഇതിൻ്റെ മുകളിൽ കയറി അവിടുത്തെ ഒന്ന് കാഴ്ചയൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ കണ്ടു. നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇനി കാണാൻ പോകുന്നതാണ് നമ്മുടെ അവിടുത്തെ ഒരു സ്മാരകം കണ്ടില്ലായിരുന്നോ, ആ സ്മാരകം. ഇത് മോയർ പോയിന്റ് മെമ്മോറിയൽ പില്ലർ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. കൊടൈക്കനാലിൽ ഗോഷൻ റോഡ് തുറക്കുന്നതിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. 1929 ഇതിന്റെ നിർമ്മാണം ആരംഭിച്ച സർ തോമസ് മോയറിന്റെ പേരിലാണ് ഈ റോഡിന് പേര് നൽകിയിരിക്കുന്നത്. ഇതും കൊടൈക്കനാലിലെ ഒരു ജനപ്രിയ വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നമുക്കേ അങ്ങോട്ട് പോയിട്ട് ഓക്കെ, അതൊരു ചെറിയ സീക്രട്ട് ആണ് കേട്ടോ. അതെനിക്ക് അമ്പാടിക്ക് അറിയാവുന്ന മാത്രം സീക്രട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഇതാണ് ആ റോഡ്. ഈ റോഡ് ചെന്നെത്തുന്നത് മൂന്നാറിലാണ്, കേരളത്തിലെ മൂന്നാറിലാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോവാനുള്ളൊരു അനുമതി ഇപ്പോൾ ഇല്ല, അത് അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആ ഡ്രൈവർ ചേട്ടനോട് അതൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു ആ റോഡിനെ പറ്റിയൊക്കെ. പക്ഷേ ക്യാമറ കണ്ടപ്പോഴത്തേക്ക് ആള് കൈയൊക്കെ പൊത്തി നാണം വന്നു. അങ്ങനെ പിന്നെ അതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ അതിനെപ്പറ്റി പറഞ്ഞത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു. ആ റോഡ് മൂന്നാറിലേക്കുള്ള ഷോർട്ട് കട്ട് ആണെന്ന് പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. അപ്പൊ ഇതിനിടയിൽ ഒരു കുഞ്ഞ് പിണക്കം ഒളിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കാണ്. അതിപ്പോ തീരും കേട്ടോ. അങ്ങനെ ഒരു നിലവിളി ശബ്ദത്തിന് ഒടുവിൽ അവർ ഒന്നായി ഗൈസ്. കാരണം ആ ഒരു തിരക്ക് പിടിച്ച സ്ഥലത്ത് നിന്ന് ഹസ്ബൻഡിനെയും മോളെയും കാണാതാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണല്ലേ. അപ്പം അത്രയ്ക്കും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ചേച്ചിക്ക്. അങ്ങനെ എന്തായാലും അവരെ കുറ്റം കൊണ്ടല്ല, അവർ നമ്മളെ കണ്ടില്ല, നമ്മൾ അവരെയും കണ്ടില്ല. അങ്ങനെ അവർ നേരെ വന്ന വഴിയിൽ തന്നെ അവർ പോവുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ചെന്ന് അടുത്തതായിട്ട് എത്തിയത് റോസ് ഗാർഡനൊക്കെ കഴിഞ്ഞായിരുന്നു. അതൊക്കെ അവിടെ നമ്മൾ ഇറങ്ങിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ലേക്കിൻ്റെ അവിടെ എത്തി. ഇത് അപ്പർ ലേക്ക് വ്യൂ എന്നൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കാണാനായിട്ട് വലിയ സംഗതികളൊന്നും ഇല്ല. എന്നാൽ പോലും അവിടെ ഒന്ന് ഇറങ്ങി നമ്മളൊന്ന് ഒരാൾ മുടിയൊക്കെ വെച്ച് മുഖം മറയ്ക്കുന്നുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം കിട്ടും എൻ്റെ കയ്യിലെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും കിട്ടി. അത് വഴിയെ കാണിച്ചു തരാം കേട്ടോ. അമ്പാടി അവിടെ ഒന്ന് ടെലസ്കോപ്പ് വഴി ആ ലേക്ക് വ്യൂ ഒക്കെ ഒന്ന് സൂക്ഷ്മമായിട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് വരികയാണ് കേട്ടോ. അത്രയും പേര് അത് കണ്ടതിന് 100 രൂപ മറ്റോ ആണെന്നാണ് അണ്ണൻ പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കാൻ കയറിയില്ല. അവിടെ ഒരു കുഞ്ഞു തട്ടുകട സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവിടെ എഗ് ഓംപ്ലേറ്റ്, കോഫി, അങ്ങനെ പല ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നൂഡിൽസ്, അങ്ങനെ പല ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എഗ് ഓംപ്ലേറ്റും പിന്നെ കോഫിയാണ് കഴിച്ചത്. സോസ്
അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അപ്പുറത്തെ കടയിലോട്ട് കയറി. കണ്ടില്ലേ, ഈ കൊടൈക്കനാലിലെ കുറേ ഇതുപോലുള്ള വ്യൂസൊക്കെ എൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ചെയ്തൊരു ഇതാണ് കേട്ടോ. സംഭവം ചെറിയതാണ്, ഞാൻ സൂം ചെയ്ത് ഫോക്കസ് ചെയ്ത് എടുത്തോണ്ടാണ് അത്ര വലുതായിട്ട് തോന്നുന്നത്. കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് ഡെക്കോർ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വാരിക്കോരി എടുക്കാനൊക്കെ തോന്നി. പക്ഷേ കയ്യിൽ പൈസ കുറവായത് കൊണ്ടും അതിന് മുടിഞ്ഞ വിലയായത് കൊണ്ടും നമ്മൾ വാങ്ങിയില്ല. ഇതുപോലെയുള്ള മണികൾ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു 3000 ഒക്കെയാണ് അവർ പറയുന്നത്. അനങ്ങിക്കൊണ്ടിരുന്ന ഒരെണ്ണത്തിന് നമ്മൾ പാഴ്സലാക്കി കേട്ടോ. അങ്ങനെ ഒരു ബുദ്ധനെ നമ്മൾ വാങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് ചോക്ലേറ്റ്സും അങ്ങനെ പലതരം സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളിലോട്ടാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിയതിൽ ഒരെണ്ണം മാത്രം കൊള്ളത്തില്ലായിരുന്നു, ബാക്കിയൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. അവിടുത്തെ ഫാൻസി സ്റ്റോറിലൊന്നും കയറാൻ പറ്റത്തില്ല, അത്രയ്ക്കും വില കൂടുതലാണ് കേട്ടോ എല്ലാത്തിനും. ഇതാണ് നമ്മുടെ ഡാൻസ് ടീച്ചർ ഇവിടെ കമ്മലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാത്തിനും മുടിഞ്ഞ റേറ്റ് കാരണം ഞാൻ അവിടുന്ന് പതുക്കെ വളയിലൊക്കെ തൊട്ട് തലോടിയൊക്കെ നമ്മളിങ്ങിറങ്ങി. അങ്ങനെ നിന്നപ്പോഴാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ് അമ്പാടിയെ തേടി എത്തിയത് കേട്ടോ. റിജുവിന് ഒരു കൂളിംഗ് ഗ്ലാസ് അവനറിയാതെ അവൻ്റെ മുഖത്ത് കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് അവനിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. സർപ്രൈസ് ആയാ? അങ്ങനെ അവിടെ എല്ലാം കറങ്ങി നമ്മൾ തിരിച്ച് നമ്മുടെ വില്ലയിലെത്തി. അമ്പാടിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഷെയ്ഹാൻ ആകെ ഒരു മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് ആ മുകളിലത്തെ കാഴ്ച കേട്ടോ. അപ്പം മുകളിൽ ഗ്ലാസ് ഒക്കെയാണ്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഗൈസ്. ഇതാ തുമ്മി ഒരാൾ പോണുണ്ട്. വാ നമുക്ക് ഇതിൻ്റെ വെളിയിൽ പോയി നോക്കാം. വാ, എന്തൊരു തണുപ്പ്. അമ്പാടി നോക്കടാ അമ്പൂ. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഒരു സന്ധ്യാവാറായി, നല്ല മഞ്ഞൊക്കെ ആയി തുടങ്ങി. എന്തോ ഒരു മഴക്കോളോ മഞ്ഞോ അങ്ങനെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. ഇവിടെ നിന്നാൽ ഒരുപാട് നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്നാൽ കാണാനായിട്ട്. മൊത്തം ഇതുപോലെ കെട്ടിടങ്ങളാണ്, വില്ലകളും അങ്ങനെയൊക്കെ ഉള്ള കെട്ടിടങ്ങളൊക്കെയാണ്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഒരു സമയത്തെ ഒരു കാഴ്ച. തണുപ്പെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ തണുപ്പാണ് കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തണുപ്പാണ്. ആ കമ്പിയിൽ അവിടെ ഒന്നും പിടിക്കാൻ പറ്റാത്ത അത്ര തണുപ്പാണ്. താഴെയുള്ള വ്യൂ ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ കുളിച്ച് ഫ്രഷായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് പരിപാടി കേട്ടോ. ഇനിയാണ് ഇങ്ങോട്ട് നമ്മുടെ മെയിൻ പരിപാടികൾ തുടങ്ങുന്നത്. അപ്പം കുട്ടികളൊക്കെ ഇവിടെ കളിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അമ്പാടി ദേ അവനൊരു ബൈനോക്കുലർ കിട്ടി, അതും നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അവൻ്റെ അപ്പം വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ. പിന്നെ നമ്മുടെ കസേര കളി സ്റ്റാർട്ട് ചെയ്തു. കസേര കളി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു 1.5 കസേര കളിയായിരുന്നു കേട്ടോ. എല്ലാവരും അതിൽ പങ്കെടുത്തു. പിന്നെ എനിക്കൊരു പേടിയേ ഉള്ളൂ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇവരെന്നെ തല്ലി കൊല്ലുമെന്ന് അറിയത്തില്ല. എല്ലാം ഞാൻ എടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ക്ഷമയോടുകൂടി ഇരുന്ന് കാണണേ. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് തന്നെ നമ്മുടെ ക്യാമറയ്ക്ക് മുഖം തരാതെ നടന്നുകൊണ്ടിരുന്ന നമ്മുടെ ഗുണ കേവലിൽ നിന്ന് കാണാതെ പോയ മാളൂസാണ് ഔട്ടായത്. അങ്ങനെ ഉരുണ്ട് മറിഞ്ഞൊക്കെ അവിടെ നിന്ന് ചാടി എണീറ്റ് ആളെ പിടിച്ച് ഒരു ഇടത്തോട്ട് മാറ്റിയിട്ട് അടുത്ത റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അങ്ങനെ അടുത്ത റൗണ്ടിൽ പാട്ട് പെട്ടെന്ന് നിന്നതുകൊണ്ട് ആകെ കൺഫ്യൂഷനായി. ഇനി പാട്ട് നിർത്തിയതാണോ അതെ താനെ നിന്നതാണോ എന്നൊക്കെ. എന്തായാലും അതും ഒരു റൗണ്ടായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഡാൻസ് ടീച്ചർ പതുക്കെ അങ്ങ് പിന്മാറുകയാണ്. അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അടുത്ത റൗണ്ടിൽ നമ്മൾ ഡാൻസ് ടീച്ചറിൻ്റെ അനിയൻ ആകാശാണ് ഔട്ടായത് കേട്ടോ. നമ്മൾ രണ്ടും കസേരയ്ക്ക് അടിയായിരുന്നു. പിന്നെ അവസാനം ഞാൻ തന്നെ കസേര കീഴടക്കി. അങ്ങനെ അടുത്ത റൗണ്ട് തുടങ്ങി. അടുത്ത റൗണ്ടിൽ നമ്മുടെ ദേവി ചേച്ചിയാണ് കേട്ടോ ഔട്ടായത്. അങ്ങനെ അമ്മ ഔട്ടായതിൻ്റെ സന്തോഷ പ്രകടനമാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അങ്ങനെ നമ്മുടെ മത്സരം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കസേരകൾ ഓരോന്നോരോന്നായിട്ട് മാറുന്നു, ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അങ്ങനെ അടുത്ത റൗണ്ട് തുടങ്ങി കേട്ടോ. അടുത്ത റൗണ്ടിൽ ഇനി ആരാണാവോ തോക്കുന്നത്. അങ്ങനെ ആദ്യം ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് മാളു ഇരുന്നു. രണ്ടാമത് ഇരുന്ന മാളു തന്നെ എണീറ്റു കേട്ടോ. ഈ മാളു എന്ന് പറയുന്നത് കുറേ മാളുമാർ അതിൻ്റെ ഇടയിലുണ്ടെന്ന് പിന്നെ അപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ ആര്യയുടെ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ നിൽക്കുന്നവർ മാളെന്നാണ് കേട്ടോ. അടുത്തതിന് ഞാൻ അന്തസ്സായിട്ട് ഔട്ടായി. ഞാൻ എന്താ പോയി അവിടെ. അങ്ങനെ നമ്മുടെ മത്സരം അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. അവസാനം 3 പേരായിട്ടുണ്ട്. അങ്ങനെ ഈ റൗണ്ടിൽ നമ്മുടെ പ്രാവണി ചേച്ചിയാണ് ഔട്ടായത്.
അങ്ങനെ ലാസ്റ്റ് ഘട്ടം എത്തിക്കഴിഞ്ഞു ഗൈസ്. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാട്ട് തീർന്നെന്നും പറഞ്ഞിട്ട് ഇതാ ചാടിയിരുന്നു. പിന്നെ ഒരു റൗണ്ട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ആ ഇരുന്ന ആൾ തന്നെ വീണ്ടും ഇരുന്ന് കയ്യടി വാങ്ങിച്ചു ഗൈസ്. അങ്ങനെ നമ്മുടെ റജു അണ്ണൻ നമ്മുടെ കസേര കളിയിൽ ജയിച്ചിരിക്കുകയാണ്. അടുത്തത് കുട്ടികളുടെ കസേര കളിയാണ്. കുട്ടികളിലും ഈ ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ കസേര കളിയിൽ ഫസ്റ്റ് തോറ്റത് എൻ്റെ അമ്പാടിക്കുട്ടനാണ്, എൻ്റെ കുട്ടൂസിനാണ്. അങ്ങനെ ലാസ്റ്റ് ജയിച്ചത് നമ്മുടെ ഇഹാനാണ്. ഇഹാൻ അങ്ങനെ ജയിച്ചു ഗൈസ്. ഇതിനിടയിൽ നമ്മുടെ ആൻറ്റിമാരുടെ കസേര കളി ഉണ്ടായിരുന്നു കേട്ടോ, അതെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫോൺ ചാർജ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു. അങ്ങനെ ഡാൻസ് ടീച്ചേഴ്സിൻ്റെ വക കുട്ടികളുടെയും വക ഡാൻസ് പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നീട് ടീച്ചറും കുട്ടികളും ഒക്കെ തെറ്റിച്ച് കളിക്കുകയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും തെറ്റിക്കാതെ കളിച്ച ഒരേ ഒരു ഡാൻസ് നമ്മുടെ റിജുവിൻ്റെ ഡാൻസ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് അത് കളിച്ചത്. ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നല്ലേ. അപ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം കണ്ടില്ലേ, അത് നമ്മുടെ ഒളിച്ചിരിക്കുന്ന ദേവി ചേച്ചിയെ പൊക്കാനാണ് കേട്ടോ. എന്നെ കൊണ്ട് കളിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോയി ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ അടുത്തത് നമ്മുടെ ഡാൻസ് ആണ് കേട്ടോ. പാലക്കാട്ട് പക്കത്തിലെ ആ പാട്ടായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പാട്ടൊന്നും ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളും ഡാൻസ് തകർത്ത് വെച്ച് കളിച്ചു. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് മാറി നിന്നു. അപ്പം നമുക്ക് രണ്ടുപേർക്കും പോയിന്റ് കിട്ടി, അവർക്ക് രണ്ടുപേർക്കും കളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഒന്നേന്ന് കളിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ നല്ല രീതിയിലൊക്കെ കളിച്ചു. അങ്ങനെ ഞങ്ങളുടെ റൗണ്ട് അവിടെ അവസാനിച്ചു കേട്ടോ. ഇനി അടുത്തത് ബോയ്സ് ആണ്. നമ്മുടെ ആൺപുലികളാണ് ഇനി അടുത്ത ഡാൻസ് കളിക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഡാൻസ് തുടങ്ങി. ഒരാൾ മിസ്സിങ് ആണ് കേട്ടോ, ഒരാളെ കാണാനില്ല. അപ്പോൾ 3 പേരും 4 പേരും ഉണ്ട് കേട്ടോ. അങ്ങനെ 4 പേരും ഡാൻസ് തുടങ്ങിയില്ല. അവസാനം ഇവർ 2 പേരും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. മാങ്ങ പറയും ചെളിക്കുത്തും ആയി കേട്ടോ ലാസ്റ്റ്. അങ്ങനെ അടുത്ത ടീച്ചറിൻ്റെയും കുട്ടിയുടെയും ഡാൻസ് ആയിരുന്നു കേട്ടോ. അതിൽ പിന്നെ നമ്മുടെ ടീച്ചറിൻ്റെ ചേട്ടനും കൂടെ, അതായത് ആകാശും കൂടെ കയറി മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പൊക്കെ ഇട്ട് അതൊന്ന് പൊലിപ്പിച്ചെടുത്തു കേട്ടോ. പിന്നെ അടുത്തത് ഗ്രൂപ്പ് ഡാൻസ് ആണ്. എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള, എല്ലാവരും ഒന്നും പറയാൻ പറ്റത്തില്ല, കൃഷ്ണനായിട്ട് ഒരാളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേണു ആ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിച്ച് റിജോണം വന്നിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അടുത്ത നമ്മുടെ ഫീഡ്ബാക്ക് സെക്ഷൻ ആയിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ആ ടൂറിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറയുന്നതായിരുന്നു. അങ്ങനെ എല്ലാവരുടെ അഭിപ്രായമൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ ഫുഡ് വന്നു. നമ്മൾ ഫുഡ് ദോശയും പൂരിയും പിന്നെ സ്റ്റൂവും സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അടുത്ത കലാപരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ ഈ കലാപരിപാടിയുടെ പേര് നിങ്ങൾക്ക് പറയാതെ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പം നമ്മൾ 2 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ടായിരുന്നു. അവര് പറയുമ്പോൾ നമ്മൾ അവരുടെ ഗ്രൂപ്പിൽ പോയിരുന്ന് തെറ്റിക്കും കേട്ടോ. അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അങ്ങനെ എൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ പാത്തും പതുങ്ങി നടന്നിരുന്ന ആളെ കയ്യോടെ കിട്ടിയ ആവേശത്തിലാണ് ഞാനിങ്ങനെ നിർത്താതെ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു രാത്രിയും കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ആയിട്ടോ. അങ്ങനെ അപ്പൊ ഇതുകൊണ്ട് തീരുന്നില്ല, അടുത്ത ദിവസത്തെ വീഡിയോ ഉടനെ വരും. അപ്പൊ അതുകൂടെ കാണണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.